ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ ദിവസമായില്ലേ വ്ളോഗെല്ലാം ഇട്ടിട്ട്. നീഹ ബേബിക്ക് വയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് വ്ളോഗ് ഇടാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറേ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കരുതി ഇന്ന് ഞാൻ വീഡിയോ ഒന്ന് ഇട്ടേക്കാന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാത്ത വീഡിയോയിലേക്ക് പോയാലോ? അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അന്ന് നമുക്ക് ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. 2 kg വെയിറ്റ് വരുന്ന നോർമലായിട്ട് ഡിസൈൻ വരുന്ന കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലാത്തൊരു കേക്കായിരുന്നു അന്ന്. അത് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും പിന്നെ അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടിയിലോട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മുടെ ചാനലും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലോട്ട് നിന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വിരുന്നുണ്ട്, പുതിയാപ്പിള സൽക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടാ. ഉമ്മയാണ് എല്ലാ ഫുഡും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ അതിൽ ഡെസേർട്ടായിട്ട് കുനാഫ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ പരിപാടി. ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും ഉമ്മയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നൈറ്റായിരുന്നു കേട്ടോ നമുക്ക് വിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കേക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡിൻ്റെ കാര്യത്തിലോട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ചില്ലി ചിക്കനും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, നമ്മുടെ ക്യാപ്സിക്കം, ക്യാരറ്റും സ്പ്രിംഗ് ഓണിയൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ചില്ലി ചിക്കനായിട്ടുള്ള ചിക്കന് അവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. മീൻവൈൽ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി തേങ്ങാപ്പാലിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം മസാല വെച്ചിട്ട് നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുന്നത്. പത്തിരി, നൂൽപുട്ട് അതിലേക്കൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറി കഴിക്കാനാണ് കേട്ടോ കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം. അതില്ലാതെ സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷേ ഒന്നും കൂടെ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ കടികളിലോട്ട് അധികം സ്പൈസി അല്ലാത്ത കറി കഴിക്കാനാണ് ഒന്നും കൂടെ ടേസ്റ്റ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഓക്കെ, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച കറിനേക്കാളും ടേസ്റ്റ് സാധാ മുളകിട്ട കറി തന്നെയാണ്. പക്ഷേ കടികളിലോട്ടൊക്കെ ടേസ്റ്റ് ഇങ്ങനെ തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച കറിയൊക്കെയാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പം കറിയും അതേപോലെ തന്നെ ചില്ലി ചിക്കനും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഡെസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, കുനാഫ. അപ്പോൾ കുനാഫിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു മൊസ്കിറ്റോ നെറ്റ് ഇട്ടതിൻ്റെ പേരിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് വിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഈസി ആവും. പക്ഷേ ഇത് റിമൂവ് ചെയ്യാനുള്ള മടിക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുറേ ആയില്ലേ ഞാൻ നീഹനെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട്. അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു 2 weeks മുമ്പാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വീഡിയോ ഇടാനുള്ള കാരണം മോൾക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വ്ളോഗ് ഇടാനോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയുണ്ടാവും. ഞാൻ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെസ്സേജിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്തതിനുള്ള റീസൺ അതായിരുന്നു. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ തിരക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മെസ്സേജസിനൊന്നും റിപ്ലൈ തരാതിരുന്നത്. ഇപ്പം അൽഹംദുലില്ലാ അവൾ ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ കുനാഫ ഡെക്കറേഷന് വേണ്ടിയിട്ട് ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ് കുനാഫയാണ് ഗസ്റ്റിന് ടേബിളിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ പ്ലേറ്റിൽ ഇതേപോലെ വലിയ കുനാഫ നമ്മൾ കട്ട് ചെയ്തിട്ടും വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുനാഫ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കുനാഫ മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വന്ന് അവർക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഫുഡ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്.
എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഗസ്റ്റുകളൊക്കെ ഉള്ള ദിവസം അത് അടിപൊളിയായിട്ട് ടേബിളിൽ സെർവ് ചെയ്യണത് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഉമ്മാനോട് പറയും ഞാൻ സെർവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ആ ഡ്യൂട്ടി ഏറ്റെടുക്കൽ. ഫുഡ് സെർവ് ചെയ്യൽ മാത്രമല്ല കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്നതും എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി തന്നെയാണ്. അത് പണ്ട് മുതലേ എനിക്കിഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അത് നല്ല ചെറുതാവുമ്പോൾ തന്നെ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പം പുതിയ ഐറ്റംസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലുള്ളവരെ കൊണ്ട് പരീക്ഷിപ്പിക്കുക, അതൊക്കെയായിരുന്നു ചെറുതാവുമ്പോൾ എൻ്റെ ഉള്ള ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കുക്കിംഗ് ഒരു ബേസിക് സ്കില്ലാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പാഷനായിരുന്നു. കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. ഇപ്പോൾ ചിലവർക്ക് പാട്ട് പാടാനാകും, ഡാൻസ് കളിക്കാനാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനോടാവും കൂടുതൽ ഇഷ്ടം. എനിക്ക് കുക്കിംഗ് ആണ് പണ്ട് മുതലേ ഇഷ്ടം. അപ്പം എന്നും എനിക്കൊരു മടി തോന്നാറില്ല കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ഒരു മടുപ്പോ കാര്യങ്ങളൊന്നും തോന്നാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യം എന്നുണ്ടെങ്കിൽ അത് കുക്കിംഗ് തന്നെ ആയിരിക്കും. പിന്നെ നിഹ ബേബി ആയതിനു ശേഷമാണ് കുക്ക് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടാതെ വരുന്നത്. കാരണം ഞാൻ കേക്ക് ഓർഡേഴ്സ് ചെയ്യുന്നുണ്ട്, അവളുടെ കാര്യങ്ങളും ഒക്കെ കൂടി നോക്കുമ്പം നമുക്ക് എക്സ്പെരിമെൻ്റ് നടത്താനുള്ള ഒരു ടൈം ഒരു ദിവസം കിട്ടലില്ല. അപ്പോൾ ഇപ്പോൾ വളരെ കുറവാണ് പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കലും ഒക്കെ. പിന്നെയും കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കലുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ മെനുവിൽ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഐറ്റംസ് പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡെസേർട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടായിട്ടുള്ള കുനാഫയും ഫ്രൈഡ് റൈസും പൊറോട്ടയും പത്തിരിയും നൂലിപ്പുട്ടും ചിക്കൻ കറിയും ചില്ലി ചിക്കനും മയോണീസും എല്ലാം ഞാൻ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. യമ്മി മലബാറിൻ്റെ സ്റ്റിക്കേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഒന്ന് ഉറങ്ങാനായിട്ട്. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് എടുത്ത് ഒട്ടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെക്കലാണ് കേട്ടോ. സ്റ്റിക്കേഴ്സ് ബ്രദറാണ് ചെയ്ത് തരല്. അപ്പോൾ നിങ്ങൾ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവനാണ് കേട്ടോ സ്റ്റിക്കേഴ്സ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്